നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5 ഡേ സ്റ്റഡി പ്ലാനിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് NCERTയുടെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി ക്ലാസ് 10 ചാപ്റ്റർ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. അതല്ല ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. വേണ്ട പോയിന്റ്സ് മാത്രം, ലൈൻ ബൈ ലൈൻ പഠിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. ചോദ്യം ചോദിക്കുന്ന മേഖലകൾ മാത്രം നമുക്ക് മനസ്സിലായാൽ മതി. എന്നാൽ അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾക്കകത്ത് വരുന്ന ലിങ്ക് വരുന്നത് കൊണ്ട് ചില ലൈൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പഠിക്കാനുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഇന്ത്യൻ എക്കണോമിയിൽ എത്ര സെക്ടേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം 3 സെക്ടേഴ്സ് ആണുള്ളത് അല്ലേ. അറിയാവുന്ന കാര്യം ആദ്യം പറയാം. 3 സെക്ടേഴ്സാണ് ഇന്ത്യൻ എക്കണോമിയിലുള്ളത്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അഗ്രികൾച്ചർ ഉൾപ്പെടുന്നതാണ് പ്രൈമറി. സെക്കൻഡറി എന്താണ്, കൃഷി കഴിഞ്ഞാൽ വ്യവസായമാണ്. ടെർഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവന മേഖലയാണെന്നും എല്ലാവർക്കും അറിയാം. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പം നമുക്ക് നോക്കാം ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ മുകളിൽ കുറേ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പടത്തിനകത്ത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും ഈ ആക്ടിവിറ്റീസ് ഓരോന്നും ഓരോ സെക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സേവനമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് പണി ചെയ്യുകയാണ് അല്ലേ. പണി ചെയ്യുകയാണ്, ഒരു വ്യവസായമാണ്, ഒരു കട്ട നിർമ്മിക്കുന്ന ഒരു വ്യവസായമാണ്. ഇതെന്ന് പറയുന്നത് തുണി വിൽക്കുകയാണ് അല്ലേ. ഇത് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ടാസ്ക് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ബേസിസിൻ്റെ പേരിലാണ് പ്രൈമറി സെക്ടർ എന്നും ടെർഷറി സെക്ടർ എന്നും സെക്കൻഡറി സെക്ടർ എന്നും ഓരോ എക്കണോമിക് സെക്ടേഴ്സിനെ തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി സെക്ടേഴ്സിനകത്ത് ആരൊക്കെയാണ് വരുന്നത്, അതായത് നാച്ചുറൽ പ്രോഡക്ട്സ് ആയിട്ടുള്ളതെല്ലാം. അതായത് ഡയറി ഫാം, നമ്മൾ ഡയറി ഫാമിൽ എന്താണ്, അവിടെ നിന്ന് പാല് കിട്ടുന്നത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അഗ്രികൾച്ചർ, ഫിഷിങ്, ഫോറസ്ട്രി, ഇതെല്ലാം തന്നെ എന്താണ്, അത് പ്രൈമറി സെക്ടറിനകത്ത് വരുന്നതാണ്. എന്താണ്, നമുക്ക് നാച്ചുറലി കിട്ടുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൈമറി സെക്ടറിനകത്താണ്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടേഴ്സ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ, കൃഷിയും അനുബന്ധമായിട്ട് വരുന്ന സെക്ടേഴ്സ്. അതിനകത്ത് ആരൊക്കെ വരും, കൃഷി വരും, ഡയറി വരും, അതുപോലെ ഫിഷിങ്ങും ഫോറസ്ട്രി, ഇതെല്ലാം തന്നെ എന്താണ്, പ്രൈമറി സെക്ടറിനകത്താണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി the secondary sectors covers activity in which natural products are changed into other forms through ways of manufacturing that we associated with the industrial activity. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ എന്താക്കി മാറ്റുന്നു, നമുക്ക് ആവശ്യമുള്ള മറ്റു ഫോമിലേക്ക് മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഒക്കെ നടത്തി അതിനെ മാനുഫാക്ചർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടറിനകത്ത് അല്ലേ. ആദ്യം നാച്ചുറലി കുറേ സാധനങ്ങൾ കിട്ടുന്നു, അത് പ്രൈമറി സെക്ടറാണ്. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു, അത് സെക്കൻഡറി സെക്ടറാണ്. അതാണ് വ്യവസായം എന്ന് പറയുന്നത് അല്ലേ, വ്യവസായ മേഖല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി. The product is not produced by nature but has to be made, and therefore some process of manufacturing is essential. അതായത് ശരിക്കും കിട്ടുന്ന സാധനം, ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നേച്ചർ. നമ്മൾ ഇപ്പോൾ കട്ട ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ക്ലേ എന്ന് പറയുന്നത് നമുക്ക് നേച്ചറിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്നൊരു സാധനമാണ്. ഈ ക്ലേയെ നമ്മൾ പല പ്രോസസ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാലാണ് അത് എന്തായിട്ട് മാറുന്നത്, കട്ടയായിട്ട് മാറുന്നത് അല്ലേ. അത് ഏത് പ്രോസസ്സിനകത്ത് വരും, വ്യവസായത്തിനകത്തേക്ക് വരുന്നു. ദിസ് കുഡ് ബി ഇൻ എ ഫാക്ടറി. അപ്പോൾ അത് എവിടെയായിരിക്കും ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്, നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മളൊരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ് എവിടെ ചെയ്യുന്നത്, സെക്കൻഡറി സെക്ടറിൽ ചെയ്യുന്നത്. ഇവിടെ കോട്ടൺ, യൂസിങ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റ് വി സ്പിൻ yarn and weave cloth using sugarcane as a raw material we make sugar. or നമുക്കറിയാം പല കാര്യങ്ങളും അറിയാം. എങ്ങനെയാണ് നമ്മൾ പഞ്ചസാര നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് കോട്ടണിൽ നിന്നും തുണി നിർമ്മിക്കുന്നത്. അപ്പം കോട്ടൺ എന്ന് പറയുന്നത് എന്താണ്, പരുത്തിയാണ് അല്ലേ. പരുത്തി എന്ന് പറയുന്നത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്, അത് പ്രൈമറിയാണ്. അവിടെ നിന്ന് നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുന്നത് സെക്കൻഡറി ആയിട്ട് മാറി. ഇനി പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. അതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും, സെക്കൻഡറിയെ എന്ത് വിളിക്കും, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. അപ്പോൾ പ്രൈമറി എന്താണ്, അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ. സെക്കൻഡറി എന്താണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ.
ഡൗട്ട് ഇല്ലല്ലോ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഇനിയും വരുന്ന അടുത്തത് ടെറിഷറി സെക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ പ്രൈമറി വന്നു, സെക്കൻഡറി വന്നു. ഇനി മൂന്നാമത്തെ സെക്ടറിന്റെ പേരെന്താണ്? ആഫ്റ്റർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ദർ ഈസ് എ തേർഡ് കാറ്റഗറി ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഫോൾസ് അണ്ടർ ദ ടെറിഷറി സെക്ടർ ആൻഡ് ഇസ് ഡിഫറെന്റ് ഫ്രം ദി അബൌവ് ടു. These are activities that help in development of the primary and secondary sectors. അപ്പം ടെറിഷറി എന്ന് പറയുന്ന സെക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈമറിയെയും സെക്കൻഡറിയെയും ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണെന്ന് നമുക്ക് പറയാം. These activities by themselves do not produce a good, but they aid or a support for the production process. ശരിക്കും ഈ ടെറിഷറിയിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പുതിയൊരു ഗുഡ്, എങ്കിൽ പോലും ഒരു ദേ ആർ ആൻ എയ്ഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്, പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഏത് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രൈമറി ഓർ സെക്കൻഡറി സെക്ടർ വുഡ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ബൈ ട്രക്സ് ഓർ ട്രെയിൻ ആൻഡ് ദെൻ സോൾഡ് ഇൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ്. At times it may be necessary to store these godowns. We also may need to talk to others over telephone or send letters or borrow money from banks to help production and trade. Transport, storage, communication, banking, trade ഇതെല്ലാം എന്താണ്? ടെറിഷറി ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പുതിയൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ഈ പ്രൈമറി സെക്കൻഡറിയെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ടെറിഷറി. അവിടെ ശരിക്കും വരുന്നത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും സേവന മേഖല എന്ന് പറയും. എന്താ സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ഒരു സേവനമാണ്, ലോയർ ഒരു സേവനമാണ്, ഡോക്ടർ ഒരു സേവനമാണ്, ബാങ്കിങ് ഒരു സേവനമാണ്, ഈ പറഞ്ഞതുകൊണ്ട് ട്രേഡിംഗ് ഒരു സേവനമാണ്, കമ്മ്യൂണിക്കേഷൻ ഒരു സേവനമാണ്, ഗോഡൗണിൽ സൂക്ഷിക്കുക അതൊരു സേവന മേഖലയാണ്, സ്റ്റോറേജ് ചെയ്യുക എന്നുള്ളത് ആണല്ലോ. അപ്പോൾ ഈ സേവന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്കൻഡറിയെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണ് സേവന മേഖല എന്ന് നമുക്ക് വിളിക്കും. ഇംഗ്ലീഷിൽ അതിനെ സർവീസ് സെക്ടർ എന്ന് വിളിക്കാം. സംശയമില്ലല്ലോ. അവിടെ ശരിക്കും എന്താണ്? ഒരിക്കലും സർവീസ് ആണ് ഉണ്ടാക്കുന്നത് ഗുഡ്സിനേക്കാളും. പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനപ്പുറത്തോട്ട് അവിടെ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ഒരു സേവനം അഥവാ സർവീസ് ആണ്. അപ്പം മൂന്നിൻ്റെ പേരെന്താ? പ്രൈമറിയെ നമ്മൾ വിളിക്കും അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ, സെക്കൻഡറിയെ നമ്മൾ വിളിക്കും ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെറിഷറിയെ നമ്മൾ വിളിക്കും സർവീസ് സെക്ടർ. ഇതാണ് നമ്മുടെ എക്കണോമിക്, അതായത് ഇന്ത്യൻ എക്കണോമിയുടെ പ്രധാനപ്പെട്ട 3 സെക്ടറുകൾ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. ഇനി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. കമ്പയറിങ് ദീസ് 3 സെക്ടേഴ്സ്, 3 സെക്ടേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുന്നു. നമുക്കറിയാം ഈ 3 എണ്ണം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ? നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞു പ്രൈമറി സെക്ടർ നന്നായിട്ട് വർക്ക് ചെയ്താലേ സെക്കൻഡറി സെക്ടർ നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സെക്കൻഡറി സെക്ടറും പ്രൈമറി സെക്ടറും നന്നായാൽ മാത്രമേ ടെറിഷറി സെക്ടറിന് നന്നായിട്ട് പ്രവർത്തിച്ച് കാശുണ്ടാക്കാനൊക്കത്തുള്ളൂ. സോ അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ നിന്നും പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫൈനൽ ഗുഡ്സ് എന്താണെന്ന് അറിയാം, സർവീസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്ന് നോക്കട്ടെ. With so many thousands of goods and services produced, you might think this is an impossible task. Not only would the task be enormous, you might also wonder how we can up cars and computers and nails the future. It won't make sense. You are right, think so. To get around this problem, economists suggest that the value of goods and services should be used rather than adding up the actual numbers. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് മനസ്സിലാവാൻ. 10,000 കിലോഗ്രാം വീറ്റ് ഈ സോൾഡ് അറ്റ് ₹20 per kg. ദ വാല്യൂ ഓഫ് വീറ്റ് വിൽ ബി എത്രയായിരിക്കും? 2 ലക്ഷമായിട്ട് മാറുന്നു. ദ വാല്യൂ ഓഫ് 5,000 കോക്കനട്ട്, 15 രൂപയാണ് ഒരു കോക്കനട്ട് എങ്കിൽ 75,000. സിമിലർലി ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദ 3 സെക്ടേഴ്സ് ആർ കാൽക്കുലേറ്റഡ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളിപ്പം നോക്കുക ഓരോന്നിനും എത്ര രൂപയായി എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? 1 കിലോയുടെ എടുക്കും അല്ലേ? 1 കിലോ എടുത്തിട്ട് ടോട്ടൽ എത്രയുണ്ടോ അത് ആഡ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഓരോ സെക്ടേഴ്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ് ആയിക്കോട്ടെ ഗുഡ്സിൻ്റെ എല്ലാം കൂടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. റിമെമ്പർ ദർ ഈസ് വൺ പ്രിക്കോഷൻ വൺ ഹാസ് ടു ടേക്ക്. നോട്ട് എവരി ഗുഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് നീഡഡ് ടു ബി കൗണ്ടഡ്. ഇറ്റ് മേക്ക് സെൻസ് ഓൺലി ടു ഇൻക്ലൂഡ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഈ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നമ്മൾ എന്തില്ല കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഫൈനൽ ഗുഡ്സിനും ഫൈനൽ സർവീസിനുമായിരിക്കണം നമ്മൾ പൈസ എഴുതി കൂട്ടേണ്ടത്. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് എ ഫാർമർ ഹു സെൽ വീറ്റ് ടു എ ഫ്ലോർ മിൽ ₹20 per kg. The mill grinds the wheat and sell the flour to the biscuit company for 25
per kg. The biscuit company uses the flour and things such as sugar and oil to make 4 packets of biscuit. It sells biscuit in the market to the consumers for ₹80. Biscuits are the final good, that is goods that reach the consumers. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗോതമ്പ് ആദ്യം കർഷകൻ വിതച്ചു, കൊയ്തു, അതിനുശേഷം മില്ലുകാർക്ക് കൊടുത്തു അല്ലേ, പൊടിക്കാനായിട്ട്. മില്ലുകാരന് കൊടുത്ത് 20 രൂപയ്ക്കാണ്. ആ മില്ലുകാരൻ ആ വിറ്റ്, അതായത് പൊടിച്ചതിന് ശേഷം 25 രൂപയ്ക്ക്, കിലോയ്ക്ക് 25 രൂപയ്ക്ക് ബിസ്ക്കറ്റ് കമ്പനിക്ക് വിൽക്കുന്നു. ബിസ്ക്കറ്റ് കമ്പനി എന്താ ചെയ്തത്? ഇതൊക്കെ ഉപയോഗിച്ച് ഷുഗറും ഓയിലും ഒക്കെ ചേർത്തിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി പാക്കറ്റിലാക്കി അല്ലേ. പാക്കറ്റിലാക്കിയിട്ട് അത് വിറ്റു. ആർക്ക്? കൺസ്യൂമേഴ്സിന് വിറ്റു. അതായത് ഒരു പാക്കറ്റിന് 20 രൂപയ്ക്കാണ് അദ്ദേഹം അത് വിൽക്കുന്നത്. അങ്ങനെ 4 പാക്കറ്റിന് 80 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് ആരാണ്? ബിസ്ക്കറ്റാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇൻ്റർമീഡിയറ്ററി ഗുഡ്സ് വരുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത്. തുടക്കത്തിലുള്ള ഗോതമ്പ് പൊടിച്ചു, അതിനുശേഷം ഇതെല്ലാം ആഡ് ചെയ്തു, അതിനുശേഷം പാക്കറ്റിലാക്കി. ഇതെല്ലാം എന്താണ്? ഇൻ്റർമീഡിയറ്ററി ഗുഡ്സ് ആയിട്ടാണ് വരുന്നത്. ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ്. Why are only final goods and service counted? In contrast to final goods, goods such as wheat and wheat flour in this example are intermediate goods. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. Intermediate goods are used up in the producing final goods and services. The value of final goods already included and the value of all the intermediate goods that are used in making the final good. അതായത് നമ്മൾ എക്കണോമിക്സ് പറയുന്ന സമയത്ത് ഡബിൾ കൗണ്ടിങ്ങിനെ പറ്റി പറയാറുണ്ട് അല്ലേ. ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിന് തന്നെ പലവട്ടം ഓരോ സ്ഥലത്തും വില ഇടുന്നതിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ ഗുഡിൻ്റെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൾറെഡി ഇൻക്ലൂഡ്സ് വാല്യൂ ഓഫ് ഓൾ ദി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഈ ഇടയ്ക്ക് വരുന്ന സംഭവങ്ങളുടെ എല്ലാം വില ചേർത്തിട്ടാണ് ഫൈനൽ ഗുഡ് നമ്മൾ വിൽക്കുന്നത്. Hence the value of 80 for the biscuit already include the value of flour. Similarly, the value of all other intermediate good would have been included. To count the value of flour mill and the wheat separately is therefore not correct, because then we would counting the value of the same thing as the number of time. First as wheat, then the flour, and finally the biscuit. അപ്പോൾ ശരിക്കും ഗോതമ്പാണ് ഇതിന് കാരണമായെങ്കിലും ഗോതമ്പിൻ്റെ കൂട്ടും പിന്നെ അടുത്ത ആളെന്താണ്? ഗോതമ്പിൻ്റെയും പൊടിച്ച കൂലിയുടെ കൂട്ടത്തിൽ തന്നെ ഇവർ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഗോതമ്പ് പ്ലസ് ഞങ്ങൾ ഇത്ര പഞ്ചസാര ഇട്ടു പ്ലസ് ഇത്ര ഓയിൽ ഒഴിച്ചു. അപ്പോൾ അവർ പിന്നെയും ഡബിൾ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് GDP ആണ്. എല്ലാവർക്കും അറിയാം. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ പ്രൊവൈഡഡ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദി സെക്ടർ ഓഫ് ദാറ്റ് ഇയർ അല്ലേ. അതായത് ഫൈനൽ ഗുഡിൻ്റെയും ഫൈനൽ സർവീസിൻ്റെയും ഒരു വർഷത്തിൽ, ഒരു പർട്ടിക്കുലർ ഇയറിൽ ഓരോ സെക്ടറിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷനെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത് അല്ലേ. സം പ്രൊഡക്ഷൻ ഓഫ് ഇൻറ്റു 3 സെക്ടേഴ്സ്. അതായത് ഒരു സെക്ടറിൽ നിന്നും ഉണ്ടായ ഫൈനൽ ഗുഡ്സ് സർവീസ് അത് ഒരു വർഷത്തെ കണക്കാക്കും. അടുത്ത സെക്ടർ ടെറിഷറി എടുത്തു, പ്രൈമറി എടുത്തു, സെക്കൻഡറി എടുത്തു. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വർഷത്തെ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അല്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആഭ്യന്തരത്തിനകത്ത്, അതായത് ടെറിട്ടറിക്കകത്തെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. GDP ഷോസ് ഹൗ ബിഗ് ദ എക്കണോമി ഈസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഇനി ഞാൻ പറയണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഡബിൾ കൗണ്ടിങ് മറക്കണ്ട. +2 പഠിക്കുമ്പോൾ ഒന്നുകൂടെ പറയാം. ഞാൻ ഇന്ന് ടെലഗ്രാമിനകത്ത് ഫുൾ വീഡിയോസ് 4 വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 എണ്ണം മാക്രോ എക്കണോമിക്സിൻ്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മാത്രമാണ്. അതിനകത്ത് ഈ ഡബിൾ കൗണ്ടിങ്ങും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരത് കാണുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? പ്രൈമറി സെക്ടറും ടെറിഷറി സെക്ടറും സെക്കൻഡറി സെക്ടറിൽ നിന്നും ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അതായത് ഒരു രാജ്യത്തിനകത്ത് എന്താണ് വിത്തിൻ എ കൺട്രി, അത് പഠിക്കുക. വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. അതുപോലെ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് എത്ര വലുതാണ് എക്കണോമി എന്ന്, ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എത്ര വലുതാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അടുത്ത ഒരു സെക്ഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഇൻ സെക്ടേഴ്സ് എന്ന് പറയുന്നതാണ്.
അതായത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ വർഷം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ GDPക്ക് അത് മുന്നിൽ നിൽക്കുന്ന സെക്ടർ ഏതാണെന്ന് നമ്മൾ കുറേ നാളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെർഷറി സെക്ടറാണ്, സേവന മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഇൻ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഏത് സെക്ടറിലായിരുന്നു വരുമാനം കൂടുതൽ, പിന്നീട് അത് എങ്ങോട്ട് പോയി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജനറലി ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ഫ്രം ദ ഹിസ്റ്ററീസ് ഓഫ് മെനി നൗ ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് അറ്റ് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് പ്രൈമറി സെക്ടർ വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ദി എക്കണോമിക് ആക്ടിവിറ്റി. എന്ത് ബേസിസിൻ്റെ പേരിലാണെങ്കിലും പ്രൈമറി സെക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയുടെ സെക്ടർ എന്ന് പറയുന്നത്. As the method of farming changed, the agriculture sector began to prosper. It produced much more food than before. Many people could now take up other activities. There were increasing number of craft persons and traders. Buying and selling activities increased many times. Besides, there were also transporters, administrators, army, etc. However, at this stage, most of the goods produced were natural products from the primary sector. Most people were also employed in this section. അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം കൃഷിയായിരുന്നു ഏറ്റവും കൂടുതൽ. അന്നും ഇന്നും എപ്പോഴും അഗ്രികൾച്ചറിന് നല്ല വാല്യൂ ഉണ്ട്. ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്കും പല രീതിയിലേക്കുള്ള ജോലിയിലേക്ക് പലരും മാറാൻ തുടങ്ങി അല്ലേ. എങ്കിൽ പോലും ഇപ്പോഴും എന്താണ്, അഗ്രികൾച്ചർ സെക്ടറിനകത്ത് ഒരുപാട് പേര് എംപ്ലോയ്മെൻറ്റ് നേടി കഴിയുന്നുണ്ട്. ഓവർ എ ലോങ് ടൈം, ഏകദേശം ഒരു 100 ഇയേഴ്സിൽ, എസ്പെഷ്യലി ബിക്കോസ് ന്യൂ മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചറിങ് വെർ ഇൻട്രൊഡ്യൂസ്, ഫാക്ടറി കെയിം അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. Those people who had earlier worked in farm now began to work in factories in large numbers. അപ്പോൾ പണ്ട് കാലത്ത് കൃഷിക്കാരായിരുന്നെങ്കിൽ ഈ കമ്പനിയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പതുക്കെ അവരൊക്കെ എങ്ങോട്ട് പോകാൻ തുടങ്ങി, കമ്പനിയിലൊക്കെ ജോലി തേടി പോകാൻ തുടങ്ങി. Therefore forced to do so as you read in the history chapters. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന കൂട്ട് തന്നെ എങ്ങനെയാണ് ഇവർ ഈ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ താഴോട്ട് പോകാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ് തേടി പോയെന്ന് നമ്മൾ പറയും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പീപ്പിൾ ബിഗാൻ ടു യൂസ് മെനി മോർ ഗുഡ്സ് ദാറ്റ് വെയർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറീസ് അറ്റ് ചീപ്പ് റേറ്റ്സ്. സെക്കൻഡറി സെക്ടർ ഗ്രാജുവലി ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ആദ്യം പ്രൈമറി സെക്ടർ ആയിരുന്നു ഇന്ത്യൻ എക്കണോമിയെ പിടിച്ചു നിർത്തിയിരുന്നത്. പിന്നെ പതുക്കെ അത് എങ്ങോട്ട് മാറി, സെക്കൻഡറി സെക്ടറിലേക്ക് മാറി. അവിടെയായി ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ്, അവിടെയായി പ്രൊഡക്ഷൻ കൂടുതൽ, അതിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ഹെൻസ് ഓവർ ടൈം ദ ഷിഫ്റ്റ് ഹാഡ് ടേക്കൻ പ്ലേസ്. ദിസ് മീൻസ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സെക്ടേഴ്സ് ഹാഡ് ചേഞ്ച്ഡ്. അതായത് പതുക്കെ വ്യവസായത്തിലേക്ക് പ്രാധാന്യം പോയി. ഇൻ ദ പാസ്റ്റ് 1000 years there has been further shift from secondary to tertiary sector. ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ, ഡെവലപ്പിംഗ്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ ഈ ഷിഫ്റ്റ് എങ്ങോട്ട് പോയി, സെക്കൻഡറിയിൽ നിന്നും സേവന മേഖലയിലേക്ക് പോയി, വ്യവസായ മേഖലയിൽ നിന്നും സേവന മേഖലയിലേക്ക് പോയി ഡെവലപ്ഡ് കൺട്രീസിൽ. ദി സർവീസ് സെക്ടർ ഹാസ് ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ. മോസ്റ്റ് ഓഫ് ദി വർക്കിംഗ് പീപ്പിൾ ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ദ സർവീസ് സെക്ടർ. ദിസ് ഈസ് ദ ജനറൽ പാറ്റേൺ ഒബ്സർവ്ഡ് ഇൻ. നെക്സ്റ്റ് നോക്കാം, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് ഇൻ ഇന്ത്യ. നമുക്ക് ഇന്ത്യയിലെ കാര്യം അറിയണം അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഗ്രാഫ് കാണിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സർവീസ് ഇൻ 3 സെക്ടേഴ്സ്. 3 സെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ നീല പ്രൈമറി ആണ് കേട്ടോ, നീല പ്രൈമറി, ഓറഞ്ച് സെക്കൻഡറി, പച്ച ടെർഷറി ആണ്. അപ്പോൾ ഓരോ വർഷത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, ദിസ് ഈസ് ഷോൺ ഫോർ 2 years, 73 തൊട്ട് 1973-74, 2013-14 കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, we have used the data for these 2 years because of data are comparable and authentic. അപ്പോൾ നോക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, 73-74 കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആരാണ്, നമ്മുടെ അഗ്രികൾച്ചർ ആണ്. രണ്ടാമത്തെ സെക്ഷനിൽ ടെർഷറി സെക്ടറാണ് കുറച്ച് മുമ്പേ നിൽക്കുന്നത്. വ്യവസായ മേഖല എന്ന് പറയുന്നത് ചുരുക്കമായിരുന്നു. ഇനി ഈ ഒരു 2013-14 മേഖല എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നത് ഏതാണ്, ടെർഷറി സെക്ടറും അതിനുശേഷം സെക്കൻഡറി സെക്ടർ, ഏറ്റവും ലാസ്റ്റ് ആണ് പ്രൈമറി സെക്ടർ അല്ലേ. അതായത് വരുന്നതിനനുസരിച്ചിട്ട് GDP തരുന്നത്, ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ടർ ഏതാണ്, ടെർഷറി സെക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം, റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദി ടെർഷറി സെക്ടർ ഇൻ പ്രൊഡക്ഷൻ. പതുക്കെ ടെർഷറി സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നു. 1973-74 2013-14 കമ്പയർ ചെയ്യുമ്പോൾ വൈൽ പ്രൊഡക്ഷൻ ഇൻ ഓൾ 3 സെക്ടേഴ്സ് ഹാസ് ഇൻക്രീസ്, ഇറ്റ് ഹാസ് ഇൻക്രീസ് ദ മോസ്റ്റ് ഇൻ ദ ടെർഷറി സെക്ടർ. എല്ലാം കൂടിയിട്ടുണ്ട്, പക്ഷേ ടെർഷറി സെക്ടറിനാണ് വളരെയധികം ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നത്.
The tertiary sector has emerged as the largest producing sector in India, replacing the primary sector. തുടക്കത്തിൽ പ്രൈമറി സെക്ടർ ആയിരുന്നു കൈയടക്കിയ മേഖല. എങ്കിൽ പിന്നീട് അത് മാറിയിട്ട് എന്തിലേക്ക് പോയി? സേവന മേഖല ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. First, in any country, several services such as hospitals, education institutions, post telegraph service, police station, court, village administrative officer, municipal administrative offices, അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഡിഫൻസ്, ട്രാൻസ്പോർട്ട്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, ഇതെല്ലാം എന്ത് വേണം? ഒരു രാജ്യമായാൽ വേണം അല്ലേ? ദീസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ബേസിക് സർവീസ്. നമ്മളൊരു രാജ്യം കൺസിഡർ ചെയ്താൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോസ്റ്റ് വേണം, ടെലഗ്രാം വേണം, ടെലഗ്രാഫ് സർവീസ് വേണം, പോലീസ് സ്റ്റേഷൻ വേണം, വില്ലേജ് ഓഫീസുകൾ വേണം, മുനിസിപ്പൽ കോർപ്പറേഷൻ വേണം, പഞ്ചായത്ത് വേണം, ഡിഫൻസ് വേണം, ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ബേസിക് സർവീസ് അല്ലേ? ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ദ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രൊവിഷൻ ഓഫ് ദി സർവീസ്. അതായത് ഡെവലപ്പിംഗ് ആണ് കേട്ടോ, ഡെവലപ്ഡ് അല്ല കേട്ടോ. ഡെവലപ്പിംഗ് കൺട്രീസിൽ പോലും ഗവൺമെന്റ് ആണ് ഇതിന്റെ എല്ലാം ആ ഒരു പ്രൊവിഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ആണല്ലോ നമ്മുടെ രാജ്യത്തും. സെക്കൻഡ്, ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സർവീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, ട്രേഡ്, സ്റ്റോറേജ് ആൻഡ് ദ ലൈക്ക് ആസ് വി ഹാവ് ഓൾറെഡി സീൻ. Greater the development of the primary and secondary sector, more would be the demand for such services. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു ഇതെല്ലാം എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. എന്താ കാര്യം? പ്രൈമറി സെക്ടർ വളരുമ്പോൾ സെക്കൻഡറി സെക്ടർ വളരും. പ്രൈമറിയും സെക്കൻഡറിയും വളർന്നാൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവാൻ പോകുന്നത് ടെർഷറി സെക്ടറിനായിരിക്കും. അത് നമ്മൾ പറഞ്ഞു ട്രേഡ്, സ്റ്റോർ ചെയ്യാൻ സാധനം വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം. അങ്ങനെയൊക്കെ വരുമ്പം ടെർഷറി സെക്ടർ പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ ആസ് ദ ഇൻകം ലെവൽ റൈസ്, സർട്ടൻ സെക്ഷൻസ് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് ഡിമാൻഡിങ് മെനി മോർ സർവീസസ് ലൈക്ക് ഈറ്റിംഗ് ഔട്ട്, ടൂറിസം, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സ്കൂള്, പ്രൊഫഷണൽ ട്രെയിനിങ് എക്സെട്ര. അപ്പം അടുത്തൊരു കാരണം എന്താണ്? ഇപ്പം ഇവിടെ പറയുന്നത് എന്തൊക്കെ കാരണം കൊണ്ട് ടെർഷറി സെക്ടർ വളർന്നു എന്നാ. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറിയും സെക്കൻഡറി വളർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെർഷറി വളരും. രണ്ടാമത് ഈ ഇൻകം കൂടുക, ആൾക്കാരുടെ ഇൻകം കൂടുമ്പോൾ ആൾക്കാരുടെ ഡിമാൻഡ് കൂടും അല്ലെ? കുറച്ചുകൂടെ നല്ല സർവീസ് വേണം, ഞങ്ങൾക്ക് പുറത്ത് പോയി കഴിക്കാൻ നല്ല ഹോട്ടൽ വേണം, ടൂറിസം സ്പേസ് വേണം, ഷോപ്പിംഗ് നടത്താൻ നല്ല ഷോപ്പിംഗ് മാൾ വേണം, ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് പോരാന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് വേണം, പ്രൈവറ്റ് സ്കൂളുകൾ വേണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് സെൻറ്ററുകൾ വേണം, യോഗ സെൻറ്ററുകൾ വേണം. അങ്ങനെ ഇങ്ങനെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? Fourth, over the past decade or so, certain new services such as those based on information and communication technology have become important and essential. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ടെർഷറി സെക്ടറിനകത്തെ മാറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തിനെയാണ്? നമ്മുടെ IT കമ്പനികൾ വന്നതോടുകൂടിയിട്ടാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്പ് ആയതാണ് നമ്മുടെ ടെർഷറി സെക്ടർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡെവലപ്പ് ആവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ പോയിന്റ് ആണ് കേട്ടോ. However, you must remember that not all of the service sector is going equally well. നമ്മൾ പഠിച്ചത് എന്താണ് ഇപ്പം? എല്ലാ സെക്ടറും ഇപ്പോൾ ഈക്വൽ ആയിട്ട് വളരണമെന്നില്ല. Service sector in India employs many different kinds of people. At one end, there is limited number of services that employ highly skilled educated workers. At the other end, there were a very large number of workers engaged in service such as small shopkeepers, repair person, transport persons, etc. ഈ ഹയർ ലെവൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പേഴ്സ് ഒരുപാടുണ്ട് അല്ലേ? സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് ഒരുപാടുണ്ട്, റിപ്പയർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതെല്ലാം തന്നെ എന്താണ്? സർവീസ് സെക്ടറാണ് അല്ലേ? അവിടെ വലിയൊരു ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ദീസ് പീപ്പിൾ ബിയർലി മാനേജ് ടു ഏൺ എ ലിവിങ് ആൻഡ് യെറ്റ് ദേ പെർഫോം ദീസ് സർവീസസ് ബിക്കോസ് നോ ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഫോർ വർക്ക് ആർ അവൈലബിൾ ടു ദം. ഇവർ ജോലി ചെയ്യുന്നത് തന്നെ എന്തായിരിക്കും? ഇവർക്ക് വേറെ വഴിയൊന്നും ഇല്ല, ചെറിയൊരു വരുമാനമാണെങ്കിൽ പോലും ഇവർ അവിടെ ജോലി ചെയ്യും. ഹെൻസ് ഓൺലി എ പാർട്ട് ഓഫ് ദി സെക്ടർ ഈസ് ഗ്രോയിങ് ഇൻ ഇമ്പോർട്ടൻസ്. യു ഷോൾ റീഡ് മോർ അബൌട്ട് ദി നെക്സ്റ്റ് സെക്ഷൻ. അടുത്ത സെക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം PSC ചോദിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം GDP-യിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെർഷറി സെക്ടറാണ്. നമ്മളിപ്പോൾ ടെർഷറി സെക്ടർ എന്തുകൊണ്ട് വളർന്നു എന്ന് പറയുന്നതിനുള്ള റീസൺസ് ആണ് ഒരു 2-3 പറഞ്ഞത്. അടുത്ത് നോക്കാം, വേർ ആർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എംപ്ലോയ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി എന്ന് പറയുന്നത്? ഇത് ഗ്രാഫ് 2 ആണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ഗ്രാഫ് 2, ഇതാണ് ഗ്രാഫ് 2 എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് 2 റെപ്രസെന്റ് പെർസെൻറ്റേജ് ഷെയർ ഓഫ് 3 സെക്ടേഴ്സ് ഇൻ GDP. GDP-യിലേക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ഗ്രൂപ്പും കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നൗ യു ക്യാൻ ഡയറക്ട്ലി സീ ദ ചേഞ്ചിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സെക്ടേഴ്സ് ഓവർ 40 വർഷത്തിന് ശേഷം. അന്നത്തെ അതേ എമൗണ്ട് 73 തൊട്ട് 74 വരെയും 2013-14 എത്രത്തോളം GDP-യിലേക്ക് ഓരോന്നും
പ്രൊവൈഡ് ചെയ്തിരുന്നു അവരുടെ ആ ഒരു ഔട്ട്പുട്ട്. ഇവിടെ നോക്കുക, ഏറ്റവും കൂടുതലെന്ന് പറയാൻ പറ്റില്ല, 73-74 അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ, അതായത് പ്രൈമറി സെക്ടർ നന്നായിട്ട് GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. എന്നാൽ വളരെ കുറവായിരുന്നു വ്യവസായം. അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ത്, ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, വൈ ഡിഡിൻ സിമിലർ ഷിഫ്റ്റ് ഔട്ട് ഓഫ് ദി പ്രൈമറി സെക്ടർ ഹാപ്പൻ ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെന്റ്? എന്തുകൊണ്ടാണ് പ്രൈമറി സെക്ടറിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഇനഫ് ജോബ്സ് വെയർ ക്രിയേറ്റഡ് ഇൻ ദ സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടേഴ്സ്. അതായത് ഇവിടെ അതിന് മാത്രമുള്ള ജോലി ഇല്ല സെക്കൻഡറിയിലും ടെർഷറിയിലും. ഈവൻ ദോ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഓർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വെന്റ് അപ്പ് ബൈ മോർ ദാൻ 9 times ഡ്യൂറിംഗ് ദ പീരീഡ്, employment in the industry went up by around 3 times. And same applies to the tertiary sector as well. While production in the service sector rose by 14 times, employment in the service sector rose around 5 times. അതായത് ഇവിടെ എംപ്ലോയ്മെന്റ് വളരെ കുറവാണ് ടെർഷറിയിലും സെക്കൻഡറിയിലും. എന്നാൽ അടുത്ത പ്രശ്നം എന്താണ്? അഗ്രികൾച്ചർ മേഖലയിൽ ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ അതിന് മാത്രമുള്ള ജോലി അവിടെ ഇല്ലാതെ വന്നു, അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? there are more people in agriculture than is necessary. അതായത് ഈ അഗ്രികൾച്ചറിന് വേണ്ട ആൾക്കാർ 10 പേരാണെങ്കിൽ അതിന് വേണ്ടി ജോലിക്ക് ഇരിക്കുന്ന ആൾക്കാർ 20 പേരാണ്. So even if you move a few people out, production will not be affected. അതായത് കുറച്ച് പേര് മാറി നിന്നാലും ഇവിടെ പ്രൊഡക്ഷനെ ഒന്നും ബാധിക്കത്തില്ല. In other words, workers in the agriculture sectors are underemployed. അപ്പം നമുക്ക് പറയാം ഇവർ അണ്ടർ എംപ്ലോയിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്ക് അത്രയൊന്നുമില്ല, പക്ഷെ ചെയ്യാൻ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. സോ അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയാം നമുക്ക് ആ ഒരു കേസിന്. ഫോർ ഇൻസ്റ്റൻസ്, ടേക്ക് ദ കേസ് ഓഫ് സ്മോൾ ഫാർമർ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ലക്ഷ്മി. അദ്ദേഹത്തിന് 2 hectares ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്, അൺഇറിഗേറ്റഡ് ലാൻഡ് ആണ്, ഡിപ്പെൻഡ് ഓൺലി ഓൺ റെയിൻ ആൻഡ് ഗ്രോയിങ് ക്രോപ്സ്. അതായത് അവിടെ ഇറിഗേഷൻ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല, മഴയെ ആശ്രയിച്ചിരിക്കുന്നു. ജോവാറും അർഹാറും ഒക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഓൾ 5 members ഓഫ് ഹർ ഫാമിലി വർക്ക് ഇൻ ദ പ്ലോട്ട് റോഡ് ഇയർ. 5 പേരുണ്ട് അവരുടെ ഫാമിലി, എല്ലാവരും അവിടെ വർക്ക് ചെയ്യുകയാണ്. ദേ ഹാവ് നൗ വെയർ എൽസ് ടു ഗോ ഫോർ വർക്ക്. യു വിൽ സീ ദാറ്റ് എവരി വൺ ഈസ് വർക്കിംഗ്. None remains ideal, but in actual fact there is labor effort gets divided. 5 പേർ കൂടെ ചെയ്യാനുള്ള ജോലിയൊന്നും അവിടെ ഇല്ല, പക്ഷെ 5 പേരും വർക്ക് ചെയ്യുന്ന എവിടെയാണ്? അവിടെ തന്നെ. ഈച്ച് വൺ ഈസ് ഡൂയിങ് സം വർക്ക് ബട്ട് നോ വൺ ഈസ് ഫുള്ളി എംപ്ലോയിഡ്. എല്ലാവരും ഇച്ചിരി ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കെല്ലാം ഫുള്ളി എംപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഇതാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഇത് PSC ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് വൈസിൽ. അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ചെയ്യാൻ അത്രയ്ക്കൊന്നും ഇല്ല. ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ് ഈസ് ഹിഡൻ ഇൻ കോൺട്രാസ്റ്റ് ടു സമ്മൺ ഹു ഡസ് നോട്ട് ഹാവ് എ ജോബ് ആൻഡ് ഈസ് ക്ലിയർലി വിസിബിൾ ആസ് അൺഎംപ്ലോയ്ഡ്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് അണ്ടർ എംപ്ലോയ്മെന്റിനെ നമുക്ക് ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാം. എന്താ കാര്യം? നമുക്കിപ്പോൾ പറഞ്ഞു അല്ലേ, പൊട്ടൻഷ്യൽ ഒരുപാടുണ്ട്, പക്ഷെ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒരാൾ ഫുള്ളി പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം ഒരിക്കലും ഈ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലാതെ 5 പേര് ചെയ്യേണ്ട ജോലി 10 പേര് ചെയ്താൽ അതിനനുസരിച്ചുള്ള വരുമാനവും കിട്ടില്ല, അവർക്ക് ഫുൾ ഒരു ജോലി ഉണ്ടെന്ന് പറയാനും പറ്റില്ല. അതിനെയാണ് നമ്മൾ ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ വേറൊരു കേസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു ലാൻഡ് ലോഡ്, സുഖറാം എന്ന് പറയുന്ന ലാൻഡ് ലോഡ് ഈ ലക്ഷ്മിയുടെ 5 members ഉള്ളവരിൽ നിന്നും അവർ വിളിച്ചു, ഒരു 2 members-നെ എന്ത് ചെയ്യാൻ വിളിച്ചു? അദ്ദേഹത്തിൻ്റെ ലാൻഡിലേക്ക് പണിയെടുക്കാൻ വിളിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മീസ് ഫാമിലി ഈസ് നൗ ഏബിൾ ടു ഏൺ സം എക്സ്ട്രാ ഇൻകം ത്രൂ വേജസ്. ആ 2 പേർക്ക് അവിടെ നിന്ന് കുറച്ച് കൂലി കിട്ടും, അല്ലേ? സിൻസ് യു ഡു നോട്ട് നീഡ് ദ പീപ്പിൾ ടു ലുക്ക് ആഫ്റ്റർ ദ സ്മാർട്ട് പ്ലോട്ട്, 2 people മൂവിങ് ഔട്ട് ഡസ് നോട്ട് അഫക്ട് ദി പ്രൊഡക്ഷൻ ഓൺ ദെയർ ഫാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 പേര് ചെയ്യേണ്ട ജോലിയൊന്നും ഈ ലക്ഷ്മിയുടെ പ്ലോട്ടിൽ ഇല്ല. 2 പേര് പോയപ്പോൾ അവിടുന്ന് അവർക്കൊരു വരുമാനം കിട്ടി. ഇപ്പോൾ അവർ പോയെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്ലോട്ടിലെ പണി നടക്കാതിരിക്കുമോ? ഇല്ല, കാരണം അത്രയും പേർ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. ഇൻ ദ എബവ് എക്സാമ്പിൾ, 2 people may move to work in a factory. Once again the earning of the family would increase and they would also continue to produce as much as their land. ഇനി 2 പേരൂടെ പോകാന്ന് വെച്ചോ, ഫാക്ടറി ജോലിക്ക് പോകുന്നു. ഫാക്ടറി ജോലിക്ക് പോയാൽ അവർക്കും കൂടെ ഏണിങ് വരുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ കുടുംബത്തിൽ കുറച്ചേറെ പൈസ കിട്ടുവാണ്. എങ്കിലും ഇവരുടെ സ്വന്തം ഭൂമിയിൽ ജോലി നടക്കും, ആ ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ.
There are lakhs of farmers like Lakshmis in India. This means that even if we remove a lot of people from agricultural sectors and provide them with proper work elsewhere, agricultural production will not be suffer. കാരണം ഇപ്പോൾ പറയുന്നത് മനസ്സിലായല്ലോ. ഇനി ഈ ഇത്രയും ആൾക്കാർ 5 പേര് ചെയ്യേണ്ട ഭൂമിയിൽ 20 പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ മാറ്റിയിട്ട് അവർക്ക് വേറൊരു ജോലി കൊടുത്താലും ഇവിടുത്തെ അഗ്രികൾച്ചറൽ സെക്ടറിന് ഒന്നും സംഭവിക്കില്ല. അത് നന്നായിട്ട് നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പ്രൈമറി സെക്ടറിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് നടക്കുന്നത്. ദ ഇൻകം ഓഫ് ദി പീപ്പിൾ ഹു ടേക്ക് അപ്പ് അതർ വർക്ക് വുഡ് ഇൻക്രീസ് ദ ടോട്ടൽ ഫാമിലി ഇൻകം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ മറ്റു ജോലി ഏൽപ്പിച്ചാൽ ആ ഇൻകം എന്ന് പറയുന്നത് ഫാമിലിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഫാമിലി ഇൻകം വളരുന്നതിനനുസരിച്ച് നമ്മുടെ നാഷണൽ ഇൻകവും കൂടും, അല്ലേ? ദിസ് അണ്ടർ എംപ്ലോയ്മെന്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഇൻ അതർ സെക്ടേഴ്സ്. പല സെക്ടേഴ്സിലും ഇത് നടക്കാറുണ്ട്, അല്ലേ? അതായത് നമുക്ക് വേണമെങ്കിൽ IT സെക്ടറിൽ പറയാം. IT സെക്ടറിൽ 50 പേര് ജോലി ചെയ്യേണ്ട, ഫോർ എക്സാമ്പിൾ 50 പേര് ജോലി ചെയ്യേണ്ട ഒരു ഫേം അവിടെ 100 പേരെ വെക്കുകയാണെന്ന് വെച്ചോ. 100 പേരെ വെക്കുകയാണ്. ഈ 100 പേരെ വെച്ച് കഴിഞ്ഞാൽ അവിടെയും അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് നടക്കുന്നത്. ശരിക്കും 50 പേരുടെ പണിയേ ഉള്ളൂ. അവിടെ 100 പേരെന്ന് പറയുമ്പം ഈ ബാക്കിയുള്ള 50 പേർക്ക് അല്ലെങ്കിൽ ഈ 50 പേർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കേണ്ടി വരില്ല, അല്ലേ? ഈ കിട്ടുന്ന ജോലി എല്ലാവരുടെ പാതി എല്ലാവരും പിച്ച് പറിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടിയെന്നും വരില്ല. പക്ഷേ ഈ ഫുൾ പൊട്ടൻഷ്യൽ ഉള്ളവരെ, ഈ ബാക്കി വരുന്ന 50 പേരെ അവർക്ക് യോജിച്ച ജോലി ബാക്കിയെല്ലാം ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇൻകവും കൂടും, ആ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നോക്കാം, ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ്. എങ്ങനെ നമുക്ക് മോർ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ടേക്ക് ദി കേസ് ഓഫ് ലക്ഷ്മി വിത്ത് ഹെർ 2 hectares പ്ലോട്ട് ഓഫ് അൺഇറിഗേറ്റഡ് ലാൻഡ്. അതായത് ഇപ്പോൾ ലക്ഷ്മിയുടെ കേസ് തന്നെ നമ്മൾ എടുക്കുകയാണ്. 2 ഹെക്ടർ പ്ലോട്ട് എന്ന് പറഞ്ഞു, അത് അൺഇറിഗേറ്റഡ് ലാൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മഴയെ മാസം ആശ്രയിക്കുകയാണ്. വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാനുള്ളൊരു ഫെസിലിറ്റി വേണം. ദ ഗവൺമെന്റ് ക്യാൻ സ്പെൻഡ് സം മണി ഓർ ബാങ്ക്സ് ക്യാൻ പ്രൊവൈഡ് എ ലോൺ ടു കൺസ്ട്രക്ട് എ വെൽ ഫോർ ഹെർ ഫാമിലി ടു ഇറിഗേറ്റ് ദ ലാൻഡ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു സ്കീം വന്നു. ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? കിണർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഇറിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ലക്ഷ്മി വിൽ ദെൻ ബി ഏബിൾ ടു ഇറിഗേറ്റ് ഹെർ ലാൻഡ് ആൻഡ് ടേക്ക് എ സെക്കൻഡ് ക്രോപ്പ് വീറ്റ് ഡ്യൂറിംഗ് ദ റാബി സീസൺ. അങ്ങനെ വന്നപ്പം ലക്ഷ്മി ഒരു ക്രോപ്പും കൂടെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീറ്റ്, റാബി സീസണിൽ തന്നെ. ലെറ്റ് us suppose that 1 hectare of wheat can provide employment to 2 people for 50 days including, അതായത് ഒരു പ്രൊഡക്ഷൻ കൂടെ വന്നല്ലോ, ഒരു ക്രോപ്പ് കൂടെ വന്നില്ലേ, അപ്പോൾ 2 പേരെ നിർത്തുകയാണെന്ന് വെച്ചോ, അല്ലേ? 1 ഹെക്ടറിൽ വീറ്റ് ഇട്ടു, അവിടെ 2 പീപ്പിൾസിനെ എംപ്ലോയ്മെന്റ് കൊടുത്തു, 2 ആൾക്കാർക്ക് ജോലി കൊടുത്തു. 50 ദിവസം അവർക്ക് ഉഴുന്നതും വെള്ളം നനയ്ക്കുന്നതും വളമിടുന്നതും ഒക്കെ ജോലിയുണ്ട്. സോ 2 more members of the family can be employed in her own field. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവരുടെ ഫീൽഡിൽ തന്നെ 2 ആൾക്കാരുടെ ജോലി ചെയ്യാൻ വേണം. ഫാമിലി മെമ്പേഴ്സ് 5 പേരുണ്ട്, അപ്പോൾ 2 ആൾക്കാർക്ക് അവരുടെ ജോലി ഉറപ്പായി. Now suppose a new dam is constructed and canals are dug to irrigate many such farms. This could lead to a lot of employment generation within the agricultural sector itself, reducing the problem of underemployment. ഇനി അവിടെ ഒരു ഡാം വരുവാണെങ്കിലോ കുറച്ചേറെ പേർക്ക് അവിടെ ജോലി അല്ലെങ്കിൽ അവർക്ക് അവിടെ എൻഗേജ് ആകാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് അണ്ടർ എംപ്ലോയ്മെന്റിനെ മാറ്റാൻ സാധിക്കും. നൗ സപ്പോസ് ലക്ഷ്മീസ് ആൻഡ് അതർ ഫാമേഴ്സ് പ്രൊഡ്യൂസ് മച്ച് മോർ ദാൻ ബിഫോർ. ഇപ്പം നമ്മൾ സപ്പോസ് ചെയ്യുക ലക്ഷ്മി മറ്റ് ഫാമേഴ്സ് പോലെ കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂട്ടി. They would also need to sell some of this. For this they may be required to transport their product to nearby town. അപ്പോൾ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ ഇവർക്ക് ഇനിയും കൊണ്ടുവന്ന് വിൽക്കണം. ഇവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കുറേ ഉണ്ട്, അതുകൊണ്ടൊന്ന് വിൽക്കണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. If the government invests some money in the transportation and storage of crops or makes better rural roads so the mini trucks reach everywhere, several farmers like Lakshmi who now has access to water can continue to grow and sell these crops. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ സ്കീം വരുമല്ലോ. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള ഗോഡൗൺ വേണം, ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റിടത്ത് കൊണ്ടുവന്ന് വിൽക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വേണം, റോഡ് നന്നാവണം, ട്രക്ക് വേണം, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ഡെവലപ്ഡ് ആയി. ദിസ് ആക്ടിവിറ്റി ക്യാൻ പ്രൊവൈഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ടു നോട്ട് സച്ച് ഫാമേഴ്സ് ആൻഡ് ഓൾസോ അതേഴ്സ് സച്ച് ആസ് ദോസ് ഇൻ സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട് ഓർ ട്രേഡ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫാർമേഴ്സിന് മാത്രമാണോ ജോലി? ആർക്കൊക്കെ ജോലി കിട്ടി? ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നവർക്ക് ജോലി കിട്ടി, ഇത് കൊണ്ടുവന്ന് വിൽക്കുന്നവർക്ക് ജോലി കിട്ടി, അല്ലെ? മാർക്കറ്റിംഗ് ജോലിയായി. ലക്ഷ്മീസ് നീഡ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു വാട്ടർ അലോൺ. ടു കൾട്ടിവേറ്റ് ദ ലാൻഡ് ഷീ ഓൾസോ നീഡ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് ആൻഡ് പമ്പ് സെറ്റ് ടു ഡ്രോ വാട്ടർ. അപ്പോൾ ലക്ഷ്മിയുടെ ആവശ്യം എന്താണ്? വെള്ളം മാത്രമാണോ? അല്ല, നല്ല നല്ല വിത്ത് വേണം, അതിനിടാൻ വളം വേണം, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് വേണം, പമ്പ് സെറ്റ് വേണം. അപ്പോൾ ബീങ് എ പുവർ ഫാമർ ഷീ കനോട്ട് അഫോർഡ് മെനി ഓഫ് ദീസ്. സോ ഷീ വിൽ ഹാവ് ടു ബോറോ മണി ഫ്രം മണി ലെൻഡേഴ്സ് ആൻഡ് പേ എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. If the local bank gives her credit at a reasonable rate of interest, she will be able to buy all these in a time and cultivate her land.
This means that along with the water, we also need to provide cheap agricultural credit to the farmers for farming to improve. We will look at this some of these chapter 3 മണി ആൻഡ് ക്രെഡിറ്റ് നമുക്ക് വേണ്ടതാണ് കേട്ടോ, ബാങ്കിങ് പഠിക്കുമ്പോൾ അത് പിന്നെ പഠിക്കാം. അപ്പം ലക്ഷ്മിക്ക് അടുത്ത ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അതിന് വേണ്ടിയിട്ട് ചിലവുണ്ട്. ചിലവ് വരുന്ന സമയത്ത് അവർ പോയിട്ട് ലോക്കൽ മണി ലെൻഡേഴ്സിനെ സമീപിക്കും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ സമയത്ത് ബാങ്ക് സഹായിച്ചാലോ, ഫാർമേഴ്സിനെ ബാങ്ക് സഹായിച്ചാൽ അവർക്ക് അത്രയും കൂടെ ലാഭമാണ്. അനദർ വേ ബൈ വിച്ച് വി ക്യാൻ tackle this problem is to identify, promote and locate industries and services in a semi-rural areas where a large number of people may be employed. For instance, suppose many farmers decide to grow arhar and chickpea, അതായത് pulse crop, setting up a dal mill to procure and process these and sell in the cities in one such example. അതായത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മില്ലിനകത്ത് പൊടിപ്പിച്ച് വിൽക്കുന്നു. അത് അടുത്തൊരു രീതിയാണ്. ഓപ്പണിംഗ് എ കോൾഡ് സ്റ്റോറേജ് കുഡ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഫാമേഴ്സ് ടു സ്റ്റോർ ദെയർ പ്രൊഡക്ഷൻ ലൈക്ക് പൊട്ടറ്റോസ്, ഓണിയൻസ് ആൻഡ് സെൽ ദം വെൻ ദ പ്രൈസ് ഇസ് ഗുഡ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് കർഷകർ പ്രൊഡ്യൂസ് ചെയ്തു, തൊട്ടടുത്തൊരു കോൾഡ് സ്റ്റോറേജ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുവന്ന് കോൾഡ് സ്റ്റോറേജ് വെക്കുന്നു, വില കൂടുന്ന സമയത്ത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ഇൻ വില്ലേജസ് നിയർ ഫോറസ്റ്റ് ഏരിയ വി ക്യാൻ സ്റ്റാർട്ട് ഹണി കളക്ഷൻ സെന്റേഴ്സ് വെർ ഫാമേഴ്സ് ക്യാൻ കം ആൻഡ് സെൽ വൈൽഡ് ഹണി. ഇനി ഹണി കിട്ടുന്ന സ്ഥലം കാടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അവിടെ ഹണി കളക്ഷൻ സെൻറ്റർ തുടങ്ങിയാൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാട്ടുതേനൊക്കെ ശേഖരിച്ചതിന് ശേഷം വിൽക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ പോസിബിൾ ടു സെറ്റപ്പ് ഇൻഡസ്ട്രീസ് ദാറ്റ് പ്രോസസ് വെജിറ്റബിൾസ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, റൈസ്, വീറ്റ്, ടൊമാറ്റോ, ഫ്രൂട്ട്സ് വിച്ച് ക്യാൻ ബി സോൾഡ് ഇൻ ഔട്ട്സൈഡ് മാർക്കറ്റ്. ദിസ് വിൽ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഇൻ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദ സെമി റൂറൽ ഏരിയാസ് ആൻഡ് നോട്ട് നെസറി ഇൻ ദ ലാർജർ അർബൻ സെന്റേഴ്സ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എംപ്ലോയ്മെന്റ് നടത്താം ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പം ബാക്കി ഇവിടെ നോക്കുക. ഔട്ട് ഓഫ് ദീസ് ഓൺലി 51% ആർ അറ്റൻഡിങ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ റെസ്റ്റ് ആൻഡ് പർട്ടിക്കുലർലി ദോസ് ഏജ് ലെസ് ദാൻ 18 years മേ ബി അറ്റ് ഹോം ഓർ മെനി ഓഫ് ദം മേ ബി വർക്കിംഗ് ആസ് എ ചൈൽഡ് ലേബേഴ്സ്. ഇന്ത്യയിൽ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 50% കുട്ടികളും ഇപ്പോഴും വീട്ടിലിരിക്കുകയാണ് പഠിക്കാതെ. If these children are attend to class, we will require more buildings, more teachers and more staff. ഇവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ 50% സ്കൂളിൽ പോകുമ്പോൾ എന്ത് വേണം? കുറച്ചുകൂടെ വലിയ സ്കൂളുകൾ വേണം, ബിൽഡിങ്ങുകൾ വേണം, കുറച്ചുകൂടെ ടീച്ചേഴ്സ് വേണം, സ്റ്റാഫുകൾ വേണം. എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദ ഈസ്വൈൽ പ്ലാനിംഗ് കമ്മീഷൻ, അതായത് നീതി ആയോഗ് ഇപ്പോഴത്തെ, എസ്റ്റിമേറ്റ് ദാറ്റ് നിയർലി 20 lakhs ജോബ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ അലോൺ. ഏകദേശം 20 ലക്ഷം ജോലി തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരാം എന്നാണ് ഇപ്പോഴും നീതി ആയോഗിന്റെ കണക്ക്. ഇഫ് വി ആർ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് സിറ്റുവേഷൻസ് വി നീഡ് മെനി മോർ ഡോക്ടേഴ്സ്, നേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് എക്സെട്ര. നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തിന്റെ കേസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഹെൽത്ത് വർക്കേഴ്സ് ആയിട്ട് കുറേ പേര് കയറും. ടു വർക്ക് ഇൻ റൂറൽ ഏരിയാസ്, അതായത് ശരിക്കും ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോഴും അവിടെ ഡെവലപ്ഡ് ആവാനുണ്ട് അല്ലേ? അവിടെയൊക്കെ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ കുറേയേറെ പേർക്ക് ജോലി കിട്ടും. These are some way by which job would be created and we would also be able to address the important aspects of development. അതായത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് കൂട്ടാം? എംപ്ലോയ്മെന്റിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സോ ഇതൊക്കെ അങ്ങ് വിട്ടേക്കാം കേട്ടോ. ഇത് നമ്മൾ ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞ് ഇതെല്ലാം പോയിന്റ്സ് ആണ്. കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തോന്നും, പറയുമ്പം വെറുതെ ചിലക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അല്ല, ഇതെല്ലാം പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഇനി നോക്കാം. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് സം ഓഫ് ദ സജഷൻ ഡിസ്കസ്ഡ് എബവ് വുഡ് ടേക്ക് എ ലോങ് ടൈം ടു ഇംപ്ലിമെന്റ്. പറയുന്നത് പ്രാവർത്തികമാക്കാൻ കുറച്ച് നാൾ എടുക്കും അല്ലേ? റൂറൽ ഏരിയാസ് ഒക്കെ നന്നാക്കി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അവിടെ കുറച്ച് പേർക്ക് ജോലി, ഇതൊക്കെ കുറച്ച് നാൾ എടുക്കും. ഫോർ ഷോർട്ട് ടേം വി നീഡ് സം ക്വിക്ക് മെഷേഴ്സ്. അതിനായിട്ട് റെക്കഗ്നൈസ് ദിസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ മെയ്ഡ് എ ലോ ഇംപ്ലിമെന്റിംഗ് റൈറ്റ് ടു വർക്ക് ഇൻ അബൌട്ട് 625 districts of India. It is called a Mahatma Gandhi National Rural Employment Guarantee Act 2005. ഇത് നമ്മുടെ ചോദ്യമാണ്. 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നിലവിൽ വരുന്നത്. MGNREGA ആക്ട് അല്ലെ, 2005. ഇതും പ്രകാരം all those who are able to and are in need of work in rural areas are guaranteed 100 days of employment in a year by the government. ആരാണോ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ അവർക്ക് 100 ദിവസം ഉറപ്പായിട്ടും ജോലി ഗ്യാരണ്ടി ചെയ്യുന്ന ഗവൺമെന്റിന്റെ സ്കീമാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി program. If the government fails in its duty to provide employment, it will give unemployment allowances to the people. ഇനി ജോലി കൊടുത്തില്ലെങ്കിലോ അതിന് പകരം അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഗവൺമെന്റ് കൊടുക്കും. ദ ടൈപ്പ് ഓഫ് വർക്ക് ദാറ്റ് വുഡ് ഇൻ ഫ്യൂച്ചർ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഫ്രം ലാൻഡ് വിൽ ബി ഗിവൺ പ്രിഫറൻസ് അണ്ടർ ദി ആക്ട്. ഇതിപ്പം ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസ് നിർത്തുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് ലേബേഴ്സിനെ പറ്റിയിട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വഴി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ട്സ് വഴി നമുക്ക് നാളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഡൗട്ടും ഇല്ലെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനെയും കൂടെ നോട്ട് ഞാൻ ഒന്നിച്ച് തരാം. ഇതിപ്പം നാളെ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ലേബേഴ്സിനെ പറ്റിയിട്ടും പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഷോർട്ട് നോട്ട്സ് തരാം. അതാകുമ്പോൾ വേണ്ട പോയിന്റ്സ് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.